പോക്കിരാജ അന്നത്തെ ഹിറ്റ് പടമായിരുന്നു. ഇത് മധുരാജിയായിട്ട് നമ്മുടെ മമ്മൂക്ക വീണ്ടും വരികയാണ്. രാജയുടെ മറ്റൊരു എൻട്രി എന്ന് തന്നെ പറയാം. ആ ഒരു രീതിയിലാണ് മമ്മൂക്ക ഇതിൽ വരുന്നത്. എന്തായാലും തികച്ചും പോക്കിരാജയേക്കാൾ വലിയൊരു പടം തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ തമാശകളും കോമഡികളും ഹിറ്റ് ഡയലോഗുകളും അതുപോലെ സ്റ്റണ്ടുകളും ഒക്കെ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഇത് മേക്ക് ചെയ്തിട്ടുള്ളത്. എന്തായാലും നിങ്ങൾ തിയേറ്ററിൽ പോയി കാണുക, വിജയിപ്പിക്കുക. നിർമ്മാതാവ് എന്ന നിലയ്ക്ക് എനിക്കതാണ് നിങ്ങളോട് പറയാനുള്ളത്. ഈ പടത്തെ നിങ്ങൾ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുക. വൈശാഖ് എന്ന് പറഞ്ഞ ഡയറക്ടർ ഒരുവിധം പടങ്ങളൊക്കെ ഹിറ്റ് കൊടുത്ത ഹിറ്റ് മേക്കർ ഡയറക്ടറാണ്. അദ്ദേഹത്തിൻ്റെ കുറേ കഴിവുകൾ ഈ പടത്തിൽ കാണും, അല്ലെങ്കിൽ കാണിക്കും. ആ ഒരു സസ്പെൻസ് നമുക്ക് ജനങ്ങൾ കണ്ട് മനസ്സിലാക്കട്ടെ, കണ്ട് അവരുടെ അഭിപ്രായം അവർ തന്നെ ജനങ്ങളിലേക്ക് എത്തിച്ച് ഈ പടത്തെ ഹിറ്റാകട്ടെ. ഞാൻ നിർമ്മാതാവ് നിലയ്ക്ക് എനിക്ക് കഥയുടെ ഭാഗങ്ങളോ കഥയുടെ കാര്യങ്ങളോ അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യങ്ങളും എനിക്ക് പറയാൻ ലിമിറ്റേഷനുകളുണ്ട്. അതുകൊണ്ട് എന്തൊക്കെയോ ഒളിച്ചു വെച്ചിട്ടുണ്ട്, അത് ജനങ്ങൾ കാണട്ടെ. ഞാനൊരു നിർമ്മാതാവ് എന്ന നിലയ്ക്ക് ഞാൻ പല നിർമ്മാതാക്കളായിട്ട് ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ മധുരാജയുടെ നിർമ്മാതാവ് എന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ തന്നെ എന്നെ കുറേ ആൾക്കാർ അല്ലെങ്കിൽ 10ൽ 5 പേര് തിരിച്ചറിയാൻ തുടങ്ങി. പക്ഷേ ഇത് ഇങ്ങനെയുള്ള ഫാൻസിൻ്റെയും ആരാധകരുടെയും സിനിമാ സ്നേഹികളുടെയും സ്നേഹമാണ്. അത് ഈ ഹൈപ്പ് കൊടുക്കുന്നതിൻ്റെ പേരിലാണ് എന്നെ ഇങ്ങനെ തിരിച്ചറിയാൻ തുടങ്ങിയത്. അവരോട് എനിക്ക് തീരാത്ത സന്തോഷമുണ്ട്, അവരോട് സ്നേഹമുണ്ട്, നന്ദിയുണ്ട്. എത്രയോ പ്രൊഡ്യൂസർമാർ വന്ന് പടം എടുത്തു പോകുന്നു, ഒരാളും തിരിച്ചറിയുന്നില്ല, അവർ വെളിച്ചത്തേക്ക് വരുന്നില്ല, ക്യാമറയുടെ മുന്നിലേക്ക് വരുന്നില്ല. അപ്പോൾ അതിൽ വെച്ച് എനിക്ക് പറയാനുള്ളത്, പ്രേക്ഷകർ തന്നെയാണ് ഞങ്ങളെ വലുതാക്കുന്നതും ചെറുതാക്കുന്നതും. അപ്പോൾ വലുതാക്കും തോറും ഞങ്ങൾ ഇതിലേക്ക് ഇൻട്രസ്റ്റ് ആവും, ചെറുതാക്കും തോറും ഞങ്ങൾ ഈ വഴിക്ക് വരില്ല. അതാണ് ഇതിൻ്റെ സത്യം. അത് എല്ലതും ഒരു ദൈവഭാഗ്യമാണ്, ഒരു നിമിത്തങ്ങളാണ്. എല്ലാവർക്കും നല്ല സമയങ്ങളിൽ നല്ല തീരുമാനം എടുക്കാൻ കഴിവുണ്ടെങ്കിൽ ഇതേപോലെ പ്രൊജക്റ്റുകളും ഇതേപോലെ ബിസിനസ്സുകളും വന്നു ചേരുമെന്നാണ് എൻ്റെ ഒരു കണക്കൂട്ടൽ. പിന്നെ ഇതിൻ്റെ ഒരു പറയുകയാണെങ്കിൽ ഞാൻ ഉദയകൃഷ്ണനായിട്ട് നല്ലൊരു 6-7 കൊല്ലത്തെ 8 കൊല്ലത്തെ ഫ്രണ്ട്ഷിപ്പുണ്ട്. അപ്പോൾ അന്ന് തൊട്ട് തന്നെ ഞാൻ പറയാറുണ്ട്, നമുക്കൊരു നല്ലൊരു സിനിമ ചെയ്യണം, പൈസ പോവരുത്, എന്നാൽ ബിഗ് ബഡ്ജറ്റ് ആവും ചെയ്യരുത്. പക്ഷേ നമ്മൾ ഈ പടത്തിൻ്റെ രാജാറ്റു 15 കോടിയിൽ നിന്ന് 27 കോടിയിലേക്ക് എത്തി. അത് അതിൻ്റെ പടത്തിൻ്റെ ഒരു ലെവൽ വെച്ച് കയറി ഇങ്ങനെ ആയതാണ്. പക്ഷേ എന്നാലും ഇങ്ങനൊരു പടം ചെയ്യാൻ പറ്റിയതിൽ മമ്മൂക്കയുടെ ഒരു പടം, അല്ലെങ്കിൽ വൈശാഖിൻ്റെ ഒരു പടം, അതല്ലെങ്കിൽ ഉദയകൃഷ്ണൻ്റെ ഒരു പടം, ഇങ്ങനെ ഒരു കൂട്ടുകെട്ട്, അതിൻ്റെ കൂടെ എനിക്കൊരു ഭാഗമാകാൻ പറ്റിയതിൽ ഞാൻ അതിൽ സന്തോഷവാനാണ്, സംതൃപ്തനാണ്. എനിക്കതിൽ ഒരു കുറ്റവും ഞാനതിൽ കാണുന്നില്ല. ദൈവത്തിൻ്റെ കയ്യിലിരിക്കുന്ന കാര്യങ്ങൾ അത് ദൈവമായിട്ട് എന്നെ രക്ഷപ്പെടുത്തട്ടെ. ഞാൻ പല വീഴ്ചകളും ഉയർച്ചകളും അനുഭവപ്പെട്ട ഒരു വ്യക്തിയാണ്. അപ്പോൾ വീഴ്ച വന്നാൽ അത് അനുഭവിക്കല്ലാതെ വേറെ നിവൃത്തികളൊന്നുമില്ല. വിജയിച്ചാൽ എല്ലാവരും എന്നെ അംഗീകരിക്കുകയും ചെയ്യും. ഇതാണ് ലോകനീതി.